നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഏറ്റവും ശക്തമായ ആക്രമണ തലത്തിലേക്ക് ഇന്നലെ ഇസ്രായേൽ കടന്നു. ഇന്നലെ രാത്രി ഇറാനും ടെഹ്റാനും മേൽ പെയ്തിറങ്ങിയത് തീമഴ. 5000-ലധികം ബോംബുകളാണ് ഇതുവരെ ഇസ്രായേൽ അമേരിക്കൻ സൈന്യം ഇറാനിൽ വർഷിച്ചത്. അമേരിക്കൻ ഇസ്രായേൽ സഖ്യം ഇറാന്റെ ആകാശം പൂർണ്ണമായി കീഴടക്കി എന്ന് ഫോക്സ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ ഇറാനിയൻ ആകാശം പൂർണ്ണമായി അമേരിക്കയുടെ നിയന്ത്രണത്തിലാണ്. ഇറാൻ മണ്ണിലെ ലക്ഷ്യസ്ഥാനങ്ങൾ ആകാശത്തിൽ വെച്ച് നിരീക്ഷിക്കാനും അവയെ ആക്രമിക്കാനും ഇപ്പോൾ അമേരിക്കൻ ഇസ്രായേൽ സഖ്യത്തിന് കഴിയുന്നു. പൂർണ്ണമായും ആകാശം കീഴടക്കിയ ഇസ്രായേൽ അമേരിക്കൻ സഖ്യം ഇറാനുമേൽ പെയ്തിറക്കുന്നത് അതിശക്തമായ ആക്രമണ ശൈലി. അമേരിക്കയും സയനിസ്റ്റ് ഭരണകൂടവും ഇറാൻ ജനതയുടെ ഹൃദയത്തിൽ തീ കൊളുത്തിയിരിക്കുന്നു. ഞങ്ങൾ അവരുടെ ഹൃദയങ്ങളിൽ തീ പടർത്തുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അലി ലാരിജാനി ഇക്കഴിഞ്ഞ ദിവസം രാജ്യത്തെ IRGC ഇളക്കിവിട്ടത്. ഖമനേയുടെ മരണത്തിന് ശേഷം IRGCയുടെ കേന്ദ്രീകൃത സംവിധാനം നഷ്ടപ്പെട്ടു. IRGC വിവിധ യൂണിറ്റുകളായി തിരിഞ്ഞ് ശക്തമായ തിരിച്ചടി തുടങ്ങി. മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങളിലൂടെയാണ് ഇറാൻ ഇസ്രായേലിന് നേർക്കും ഗൾഫ് മേഖലയിലുള്ള രാജ്യങ്ങൾക്ക് നേരെയും തിരിച്ചടിച്ചത്. താരതമ്യേന ചെലവ് കുറഞ്ഞ ഡ്രോൺ ആക്രമണങ്ങൾ ചെറുക്കാൻ വലിയ ചെലവേറിയ ഇന്റർസെപ്റ്ററുകൾ വേണ്ടിവന്നു സഖ്യരാജ്യങ്ങൾക്കും അമേരിക്കയ്ക്കും ഇസ്രായേലിനുമൊക്കെ. യുദ്ധം നീണ്ടുനിന്നാൽ ഇന്റർസെപ്റ്ററുകൾക്ക് വലിയ ക്ഷാമം നേരിടുമെന്നും സഖ്യരാജ്യങ്ങൾ സാമ്പത്തികമായി ഉലയുമെന്നും ചില യുദ്ധവിദഗ്ധർ പ്രവചിച്ചിരുന്നു. എത്രയും പെട്ടെന്ന് ഇറാനെ മുട്ടുകുത്തിക്കണം. അതിന് അമേരിക്കയ്ക്കും ഇസ്രായേലിനും മുന്നിലുള്ള വഴി ആകാശം കീഴടക്കിയുള്ള പോരാട്ടം. ബോംബ് വർഷങ്ങളിലൂടെ പരമാവധി ഇറാനെ തളർത്തുക, അവരുടെ മിസൈൽ ലോഞ്ചറുകളും മിസൈൽ ഫാക്ടറികളുമൊക്കെ തകർക്കുക. ഒരു വശത്ത് ആകാശം കീഴടക്കുമ്പോൾ മറുവശത്ത് കടലിൽ രൂക്ഷമായ ആക്രമണമാണ് ഇസ്രായേൽ അമേരിക്കൻ സഖ്യം ഇറാനുമേൽ ചൊരിയുന്നത്. ഇറാന്റെ ഏകദേശം 20ഓളം വാർഷിപ്പുകളാണ് ഇതിനകം തകർക്കപ്പെട്ടത്. ഏറ്റവും ഒടുവിൽ ശ്രീലങ്കയ്ക്ക് സമീപം വെച്ച് ഒരു ഇറാനിയൻ നാവികസേനയുടെ കപ്പൽ അമേരിക്കൻ ടോർപിഡോ തകർത്തു. വ്യാഴാഴ്ച അർദ്ധരാത്രിക്ക് ശേഷം ടെഹ്റാൻ നഗരത്തിന്റെ കിഴക്കൻ ഭാഗത്ത് വലിയ സ്ഫോടനങ്ങൾ ഉണ്ടായി എന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ടെഹ്റാന് പുറത്ത് സാനന്ദാജ്, സക്കേസ്, വുഹാൻ എന്നീ കുർദിഷ് നഗരങ്ങളിലും അതിശക്തമായ ആക്രമണം ഇസ്രായേൽ നടത്തി. കഴിഞ്ഞ ശനിയാഴ്ച മുതൽ ഇറാനിലെ 150-ലധികം നഗരങ്ങളാണ് ഇസ്രായേൽ സൈന്യം ആക്രമിച്ചത്. ഇതിന് തിരിച്ചടിയെന്നോണം ഇസ്രായേലിലെ മിഡിൽ ഈസ്റ്റിലെയും US സൈനിക താവളങ്ങൾക്ക് നേരെ ഇപ്പോഴും ഇറാൻ മിസൈലുകളും ഡ്രോണുകളും തൊടുക്കുന്നു. ലെബനിലെ ബെയ്റൂത്തിലും അതിശക്തമായ ആക്രമണം ഇസ്രായേൽ തുടരുകയാണ്. ബെയ്റൂത്തിന്റെ തെക്കൻ പ്രാന്തപ്രദേശമായ ഗോയ്ബേരി, ഹാരിത് ഫ്രീഖ്, ബിൽ അൽ അബേദ് എന്നിവിടങ്ങളിൽ പ്രധാനമായും ആക്രമണങ്ങൾ നടക്കുന്നു. ശനിയാഴ്ച രാത്രി ഇറാനെ ഇസ്രായേൽ വിറപ്പിച്ചത് കാർപ്പറ്റ് ബോംബിങ്ങിലൂടെയായിരുന്നു. അതിന് തിരിച്ചടിയെന്നോണം ക്ലസ്റ്റർ ബോംബ് വാർഹെഡുകൾ വഹിച്ചുകൊണ്ടുള്ള ഇറാന്റെ മിസൈലുകൾ ഇസ്രായേലിലെത്തി. ഇസ്രായേലിൽ ഇത് കനത്ത നാശനഷ്ടമുണ്ടാക്കി എന്ന് ഇസ്രായേൽ പ്രതിരോധ സേന സമ്മതിച്ചു. കിലോമീറ്ററുകൾ വ്യാപിച്ച് കനത്ത നാശനഷ്ടമുണ്ടാക്കാൻ സാധിക്കുന്നതാണ് ക്ലസ്റ്റർ ബോംബുകൾ. ഇത്തരം മിസൈലുകളുടെ വാർഹെഡ് താഴേക്ക് പതിക്കുമ്പോൾ ഏകദേശം 2.5 കിലോഗ്രാം സ്ഫോടക വസ്തുക്കളുള്ള 20 ചെറിയ ബോംബുകളായി മാറി ഏകദേശം 8 കിലോമീറ്റർ ചുറ്റളവിലേക്ക് അവ ചിതറിത്തെറിക്കുന്നു. ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിലും 2025 ജൂണിൽ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിലും ഇറാൻ ഇസ്രായേലിന് നേർക്ക് നിരവധി ക്ലസ്റ്റർ ബോംബ് ആക്രമണങ്ങൾ നടത്തിയിരുന്നു. യമനിലെ ഹൂതികൾ ഇക്കഴിഞ്ഞ വർഷം ഇസ്രായേലിന് നേർക്ക് തൊടുത്തതും ഇതേ ക്ലസ്റ്റർ ബോംബുകൾ. ക്ലസ്റ്റർ ബോംബുകൾ രാജ്യത്ത് പതിച്ചതോടെ ഇസ്രായേൽ വീണ്ടും കോപാകുലരായി. അതിന്റെ പ്രതിഫലനമായിരുന്നു ഇന്നലെ ആകാശത്ത് നമ്മൾ കണ്ടത്. ആകാശം കീഴടക്കിയ അമേരിക്കൻ ഇസ്രായേൽ സഖ്യം. ഇസ്രായേൽ അതിശക്തമായ ബോംബ് മഴയാണ് ഇറാനുമേൽ പെയ്തിറക്കിയത്. ഫെബ്രുവരി 28 മുതൽ ഇക്കഴിഞ്ഞ ദിവസം വരെ ഇറാനിയൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങളിൽ ഇസ്രായേലിൽ മരിച്ചത് 11 പേർ. 1000-ലധികം പേർക്ക് പരിക്കേറ്റു. കുറഞ്ഞത് 15 ദിവസം കൂടി യുദ്ധം നീണ്ടു നിൽക്കും എന്ന സൂചനയാണ് IDF നൽകുന്നത്. ഇറാനിയൻ ഭരണകൂടത്തെയും അതിന്റെ സൈനിക കേന്ദ്രങ്ങളെയും ആസൂത്രിതമായി തകർക്കുക എന്ന ലക്ഷ്യം പൂർത്തിയാക്കി മാത്രമേ ഇനി ആക്രമണത്തിൽ നിന്ന് പിൻവാങ്ങൂ എന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചു. സംഘർഷം ആരംഭിച്ചതിന് ശേഷം ഇറാനിൽ 5000-ലധികം ബോംബുകൾ വർഷിച്ചതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചു. ടെഹ്റാനിൽ വ്യോമ മേധാവിത്വം ഉറപ്പിക്കുന്നതിനാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കയും ഇസ്രായേലും ശ്രമിച്ചത്. അതിൽ പൂർണ്ണ വിജയം കൈവരിച്ചു എന്ന് IDF പ്രഖ്യാപിച്ചു.
ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ ആയിരക്കണക്കിന് ഇറാനിയൻ സൈനികരാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടത്. ബോംബുകൾ വർഷിക്കുന്നതിന് നിമിഷങ്ങൾക്ക് മുൻപ് ഞാൻ ഇടത്തേക്കും വലത്തേക്കും നോക്കി. എന്റെ അരികിൽ ഡസൻ കണക്കിന് യുദ്ധവിമാനങ്ങൾ ഞാൻ കണ്ടു. അവയൊക്കെ യാതൊരുവിധ ഭയവുമില്ലാതെ ടെഹ്റാന് മുകളിൽ പറക്കുന്നു. ഇന്നലെ ഒരു IDF പൈലറ്റ് വെളിപ്പെടുത്തിയതാണ് ഇക്കാര്യം. ഇന്നലെ IDF നടത്തിയ ആക്രമണങ്ങളിൽ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ ആസ്ഥാനം, IRGC ഖുദ്സ് ഫോഴ്സ് ഇന്റലിജൻസ് ഡയറക്ടറേറ്റ്, ബാസിജ് അർദ്ധസൈനിക സേന, ഇറാന്റെ സൈബർ യൂണിറ്റ്, ഇറാന്റെ ആഭ്യന്തര സുരക്ഷാ സേനയുടെ പ്രത്യേക സേനാ യൂണിറ്റ് എന്നിവയൊക്കെ തകർത്തു. ഇസ്രയേലും അമേരിക്കയും തമ്മിൽ കൃത്യമായ ഒരു യുദ്ധ വേർതിരിവ് ആകാശത്തുണ്ട്. അമേരിക്കൻ സൈനിക ലക്ഷ്യങ്ങളെ യാതൊരു വിധത്തിലും ഇസ്രായേൽ സൈനിക ലക്ഷ്യങ്ങൾ സ്വാധീനിക്കരുത് എന്നുറപ്പിച്ചാണ് ഇരുവിഭാഗങ്ങളും കൃത്യമായി വേർതിരിഞ്ഞ് ആക്രമണം നടത്തുന്നത്. പടിഞ്ഞാറൻ മധ്യ ഇറാനിലെ ഇറാനിയൻ ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ചറുകൾക്കും മറ്റ് സൈനിക ആസ്തികൾക്കുമെതിരെ IAF പൊരുതുന്നു. ഈ പ്രദേശങ്ങളിൽ നിന്ന് ഇറാൻ ഇസ്രായേലിന് നേരെ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ആ മേഖല പൂർണ്ണമായും ഇസ്രായേൽ സേന കനത്ത ആക്രമണത്തിലൂടെ തകർക്കുന്നു. എന്നാൽ ഗൾഫിലെ US താവളങ്ങൾ ഹ്രസ്വദൂര മിസൈലുകൾ തൊടുക്കാൻ ഇറാന്റെ തെക്കൻ പ്രദേശങ്ങളിലെ ഇറാനിയൻ മിസൈൽ ലോഞ്ചറുകളാണ് ഉപയോഗിക്കുന്നത്. ആ മേഖല അമേരിക്കൻ സൈന്യം ആക്രമിച്ച് തകർക്കുന്നു. മുഴുവൻ ഇറാനിയൻ നാവികസേനയെയും ലക്ഷ്യമിടുന്നതിന്റെ ഉത്തരവാദിത്തം അമേരിക്കൻ സൈന്യം ഏറ്റെടുത്തു കഴിഞ്ഞു. ടെഹ്റാനിലെ ഭരണകൂട കേന്ദ്രങ്ങളും മറ്റ് IRGC ആസ്ഥാന ലക്ഷ്യങ്ങളുമൊക്കെ ഇസ്രയേൽ സേന തീർക്കുന്നു. US സൈന്യത്തിന് IAFന്റെ ഇന്ധനം നിറയ്ക്കുന്ന വലിയ ടാങ്കർ വിമാനങ്ങളെക്കാൾ 10 മടങ്ങ് കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇസ്രയേൽ സേന US സൈന്യത്തിന്റെ ആകാശ ഇന്ധനം നിറയ്ക്കൽ ശേഷിയെ വളരെയധികം ആശ്രയിക്കുന്നു. യുദ്ധത്തിനിടയിൽ ഡസൻ കണക്കിന് US ഇന്ധനം നിറയ്ക്കുന്ന വലിയ ടാങ്കർ വിമാനങ്ങൾ ആകാശത്തെത്തിയിരിക്കുന്നു. IDF ചീഫ് ഓഫ് സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ ഇയാൽ സമീർ US സെൻട്രൽ മേധാവി അഡ്മിറൽ ബ്രാഡ് കൂപ്പറുമായി ദിവസവും ആശയവിനിമയം നടത്തുന്നു. ഇരുവരും ചേർന്നെടുക്കുന്ന യുദ്ധ തീരുമാനങ്ങളിലൂടെയാണ് ഇപ്പോൾ ആക്രമണം കനക്കുന്നത്. ശ്രീലങ്കയിലെ ഗാലെ തീരത്ത് നിന്ന് 40 നോട്ടിക്കൽ മൈൽ അകലെ ശ്രീലങ്കയുടെ ടെറിട്ടോറിയൽ സോണിന്റെ പരിധിയിലുള്ള അന്താരാഷ്ട്ര ജലാശയത്തിലാണ് ഇറാനിയൻ ഫ്രിഗേറ്റ് സ്ഥിതി ചെയ്യുമ്പോൾ ഒരു ടോർപിഡോ അതിൽ ആക്രമിക്കുന്നത്. അന്തർവാഹിനി കൃത്യമായ ആക്രമണം നടത്തി എന്ന് അമേരിക്ക സ്ഥിരീകരിച്ചു. ഇറാന്റെ പടക്കപ്പലായ ദേനയെ ശ്രീലങ്കയ്ക്ക് സമീപമാണ് അമേരിക്ക മുക്കിയത്. ഇന്ത്യൻ സമുദ്രത്തിലെ ഡീഗോ ഗാർസിയയിൽ നിന്നുള്ള മുങ്ങിക്കപ്പലാണ് ഇത്. US-ന്റെ സേനാ താവളം ഡീഗോ ഗാർസിയയിലുണ്ട്. ഇവിടെ നിന്നുള്ള ഹയോ ക്ലാസ് മുങ്ങിക്കപ്പൽ ഈ മേഖലയിൽ പതിവായി നിരീക്ഷണത്തിനിറങ്ങും. ഇന്ത്യയിലെ വിശാഖപട്ടണത്ത് നടന്ന രാജ്യാന്തര ഫ്ലീറ്റ് റിവ്യൂവിലും നാവിക അഭ്യാസ പ്രകടനത്തിലും പങ്കെടുത്തതിന് ശേഷം മടങ്ങുകയായിരുന്നു ഇറാനിയൻ നാവികസേനയുടെ കപ്പൽ. ഇന്ത്യൻ തീരത്തുനിന്ന് അധികം അകലെയല്ലാതെ നടന്ന സംഭവത്തെക്കുറിച്ച് കേന്ദ്ര സർക്കാർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. കേന്ദ്ര സർക്കാർ വിശദീകരണം നൽകണം എന്ന ആവശ്യവുമായി കോൺഗ്രസ് രംഗത്തെത്തി. അമേരിക്കൻ ഇസ്രായേൽ ഇറാൻ യുദ്ധം ആഴ്ചകൾ നീണ്ടേക്കും എന്നാണ് ഈ മേഖലയിലെ വിദഗ്ധനായ ജേക്കബ് കെ ഫിലിപ്പ് പറയുന്നത്. വിമാനപാതയെക്കുറിച്ചും ആകാശത്തിലെ ട്രാഫിക്കിനെ കുറിച്ചുമൊക്കെ കൃത്യമായ ധാരണയുള്ള അദ്ദേഹം ഇക്കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് കുറിപ്പെഴുതി. അതിങ്ങനെ: അമേരിക്ക ഇസ്രായേൽ ഇറാൻ യുദ്ധം ഇനിയും ആഴ്ചകൾ നീളാൻ സാധ്യതയെന്ന് അമേരിക്കൻ സേനാ വിമാനങ്ങളുടെ നീക്കം സൂചിപ്പിക്കുന്നു. ഇന്ന് അതിരാവിലെ മുതൽ അമേരിക്കയിലും യൂറോപ്പിലുമുള്ള സേനാ താവളങ്ങളിൽ നിന്ന് ഇടതടവില്ലാതെ മിഡിൽ ഈസ്റ്റിലേക്ക് വരുന്നതായി കണ്ട ബോയിങ് KC-135R സ്ട്രാറ്റോ ടാങ്കർ എന്ന യുദ്ധവിമാനങ്ങൾക്ക് ആകാശത്ത് വെച്ച് ഇന്ധനം നിറച്ചു നൽകുന്ന ടാങ്കർ വിമാനങ്ങളുടെ നീണ്ട നിര വരും ദിനങ്ങളിൽ എത്രമാത്രം യുദ്ധം കലുഷിതമാകും എന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇന്ന് വൈകിട്ട് 3 വരെ 18ലേറെ ടാങ്കറുകളാണ് മധ്യപൂർവ്വ പ്രദേശമെന്ന യുദ്ധഭൂമികയിൽ പ്രവേശിച്ചത്. 4 മുതൽ 6 യുദ്ധവിമാനങ്ങൾക്ക് ഒരെണ്ണം എന്ന തോത് അടിസ്ഥാനമാക്കിയാണ് പലപ്പോഴും ടാങ്കറുകൾ എത്ര വേണമെന്ന് തീരുമാനിക്കുക. ട്രാൻസ്പോണ്ടറുകൾ ഓഫാക്കി 71 മുതൽ 108 യുദ്ധവിമാനങ്ങൾ ഇവിടേക്ക് പുതുതായി പറന്നെത്തിയിട്ടുണ്ടെന്നാണ് ലോകം മൊത്തം കാണുക 18 പുതിയ ടാങ്കറുകൾ ഇവിടെ എത്തിയത് സൂചിപ്പിക്കുന്നത്. 28-ന് ആരംഭിച്ച ആക്രമണത്തിൽ നിലവിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പോർവിമാനങ്ങൾക്ക് ഇന്ധനം നൽകാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്ന ടാങ്കറുകൾക്ക് പുറമെയാണിത്. ഇന്ന് പറന്നെത്തിയവ എന്ന് തന്നെ വേണം കരുതാൻ. വേലിയേറ്റം പോലുണ്ടായ ടാങ്കർ വിമാനങ്ങളുടെ ഇന്നത്തെ വരവിനോട് ചേർത്ത് കാണേണ്ട മറ്റൊന്നാണ് ഇന്നലെയും ഇന്നുമായി നിരവധി ബോയിങ് C-17 ഗ്ലോബ് മാസ്റ്റർ കടത്തു വിമാനങ്ങളുടെ മിഡിൽ ഈസ്റ്റിന് പുറത്തേക്കുള്ള പറക്കൽ. 4-5 വിമാനങ്ങൾ ഇങ്ങോട്ട് വരുന്നില്ല എന്നല്ല, പക്ഷേ ഭൂരിപക്ഷം വിമാനങ്ങളും മടക്കയാത്രയിൽ തന്നെയാണ്. സൈനികരെ കൊണ്ടുപോകാനും ആയുധങ്ങളും ഉപകരണങ്ങളും എത്തിക്കാനും ഉപയോഗിക്കുന്ന ഈ ട്രാൻസ്പോർട്ട് വിമാനങ്ങൾ യുദ്ധത്തിന് മുൻപ് അല്ലെങ്കിൽ ആരംഭ മണിക്കൂറുകളിലാണ് സംഘർഷഭൂമിയിലേക്ക് കൂട്ടമായി എത്തുന്നത്. ആളും ആയുധവും ഉപകരണങ്ങളും ആവശ്യത്തിനായി കഴിഞ്ഞാൽ പിന്നെ മടക്കമാണ്.
C-17 വിമാനങ്ങൾ ഇങ്ങനെ മടങ്ങുമ്പോൾ തന്നെ ടാങ്കർ വിമാനങ്ങൾ പുതുതായി വന്നുകൊണ്ടേയിരിക്കുന്നത് രണ്ട് കാര്യങ്ങളുടെ സൂചനയാണെന്ന് ചുരുക്കി പറയാം. കൂടുതൽ ടാങ്കറുകൾ എന്നാൽ കൂടുതൽ യുദ്ധവിമാനങ്ങൾ എന്നതാണ് അർത്ഥമെന്നതിനാൽ യുദ്ധം ഉടനെ അവസാനിക്കില്ല എന്നാണ് അമേരിക്കയും ഇസ്രായേലിൻ്റെയും കണക്കുകൂട്ടൽ. നീണ്ടുപോകുന്ന ആക്രമണത്തിന് മതിയായ സൈനികരും സന്നാഹങ്ങളും ഇവിടെ ഇപ്പോൾ തന്നെയുണ്ട്. ആഴ്ചകളോളം നീണ്ടുപോയേക്കാം യുദ്ധം എന്ന സൂചനയാണ് ജേക്കബ് കെ ഫിലിപ്പ് നൽകുന്നത്. കൃത്യമാണ് അനുമാനം. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന യുദ്ധരീതി വിലയിരുത്തുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത് ഒന്നു മാത്രം: ഏറ്റവും മാരകമായ ആക്രമണത്തിലേക്ക് ഇസ്രയേലും അമേരിക്കയും കടന്നിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.